Dear friends, welcome to Electron College. We will discuss the topic. It is comparator. So comparator, basically comparator use two numbers compare. So it is a logic circuit used to compare the magnitude of two binary numbers. And basically there are two types of digital comparator. First type is identity comparator or equality comparator. And second one is magnitude comparator. Now, എന്താണ് ഈ ഐഡൻറ്റിറ്റി കമ്പാരറ്റർ? സോ ഐഡൻറ്റിറ്റി കമ്പാരറ്റർ ഓർ ഇക്വാലിറ്റി കമ്പാരറ്റർ യൂസ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസിക്കലി ഇതിന് ഒരൊറ്റ ഔട്ട്പുട്ട് ടെർമിനലേ ഉണ്ടാകത്തുള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി വൺ ഔട്ട്പുട്ട് ടെർമിനൽ ആൻഡ് വെൻ എ ഈക്വൽ ടു ബി the output terminal will be high, and when a is not equal to b, it can be set as low. The output terminal indicates whether the two numbers are equal or not. അത് ഹൈ ആവണോ ലോ ആവണോ, ഔട്ട്പുട്ട് ടെർമിനൽ ഇക്വാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈയിലൂടെയാണോ ലോയിലൂടെയാണോ എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി സെറ്റ് ബേസ്ഡ് ഓൺ അവർ ഡിസൈൻ. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഈസ് മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ. So this magnitude comparator has three output terminals. അപ്പോൾ ഇത് ഇക്വാലിറ്റി മാത്രമല്ല, ഗ്രേറ്റർ ദാൻ ആസ് വെൽ as ലെസ് ദാൻ ഓപ്പറേഷൻസും ചെക്ക് ചെയ്യാം. whether the first number is greater than the second number, or the first number is less than the second number, or both numbers are equal. It can check all these three conditions. That is what is done with the magnitude comparator. So depending on the result of the comparison, one of these output will be high. സോ നമുക്ക് ഇക്വാലിറ്റി കമ്പാരറ്ററെ കുറിച്ച് നോക്കാം. സോ ഇക്വാലിറ്റി കമ്പാരറ്റർ ബേസിക്കലി എക്സ്നോർ ഗേറ്റ്, നമ്മൾ ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പ്രീവിയസ് വീഡിയോസിൽ. സോ അവിടെ എക്സ്നോർ ഗേറ്റ് ഒരു ബേസിക് ഇക്വാലിറ്റി കമ്പാരറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർമ്മയുണ്ടാവും. ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, സി ദിസ് ഈസ് എക്സ്നോർ ഗേറ്റ്, ദിസ് ഈസ് ദ സിമ്പിൾ, ആൻഡ് ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. അപ്പോൾ രണ്ട് ഇൻപുട്ട് എയും ബിയും, and this is the output x, a x nor b. So this is the truth table. ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, see when both inputs are equal, the output of x nor gate is high, അല്ലേ? രണ്ട് ഇൻപുട്ടും ഈക്വൽ ആകുമ്പോൾ ഇവിടെ 0 0 as well as 1 1. So when both inputs are equal, the output of x nor gate is high. So that means x nor gate can be used to detect whether both input numbers are equal or not. So output is logic 1 only if both inputs are equal. So XNOR gate is a basic equality comparator. കേട്ടോ, രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ എന്ന് യൂസ് ചെയ്യാൻ, രണ്ട് സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് ഈക്വൽ ആണോ എന്ന് യൂസ് ചെയ്യാൻ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് XNOR ഗേറ്റ്. Now magnitude comparator. So this is the basic block diagram of a magnitude comparator. Here you can have two input terminals, number B, of n bit numbers. So this is a n bit digital comparator. അപ്പോൾ നോർമലി മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ ഇറ്റ് വിൽ ഹാവ് ത്രീ ഔട്ട്പുട്ട് ടെർമിനൽസ്, മൂന്ന് ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ടാവും. ആൻഡ് മൂന്ന് പോസിബിൾ കണ്ടീഷൻസ് ആയിരിക്കും നമ്മളിവിടെ ചെക്ക് ചെയ്യുക. ഒന്ന്, വെദർ എ ഈസ് ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ദ സെക്കൻഡ് നമ്പർ ആണോ, അതോ ഫസ്റ്റ് നമ്പർ ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് നമ്പർ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് നമ്പർ. സോ ഏത് കണ്ടീഷനാണോ മീറ്റ് ആവുന്നത് ആ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ടെർമിനൽ ആയിരിക്കും ലോജിക്കൽ ഹൈ ആവുന്നത്. സോ ഇഫ് ദ ഫസ്റ്റ് നമ്പർ, ഇൻ ദിസ് കേസ് ഇഫ് ദ ഫസ്റ്റ് നമ്പർ എ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് നമ്പർ, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് നമ്പർ ആണെങ്കിൽ, സോ ദിസ് പർട്ടിക്കുലർ ഔട്ട്പുട്ട് ടെർമിനൽ വിൽ ഗോ ഹൈ, other terminals will go low. Similarly, if first number a is less than the second number, this terminal will go high. Remaining ബാക്കി terminals മുഴുവൻ low ആയിരിക്കും. So you will see a 1-bit magnitude comparator. So again, this comparator has two inputs a and b and three output terminals, but you are using 1-bit numbers. Inputs are 1 bit. So ഇതാണ് എൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ. See, these are the inputs, input A, input B. You are using 1-bit numbers. So you will have four possible combinations, 0 0 0 1 1 0 1 1 and output. So മൂന്ന് പോസിബിൾ ഔട്ട്പുട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഫസ്റ്റ് ഔട്ട്പുട്ട് ഈസ് y1, y2, y3. So y1 is for
എ ലെസ് ദാൻ ബി, y2 എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, y3 എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. സി ഇപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നോക്കുക. സി എ ഈസ് 0, ബി ഈസ് 0, രണ്ടും ഈക്വൽ ആണ്. സോ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആകുമ്പോൾ y2 വിൽ ബി ലോജിക്കലി ഹൈ, y1 ആൻഡ് y3 വിൽ ബി ലോജിക്കലി 0. Second condition, see a is 0, b is 1. So in this case a is less than b, so a less than b ആണ്. So y1 will be logically high. Then 1 and 0, 1 and 0, a is greater than b, ശരിയല്ലേ? So y3 will be logically high. And last combination 1 1 1 1 ആവുമ്പോൾ both are equal, so y2 will be logically high. So ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്പേഴ്സ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി നമ്പേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കമ്പയർ ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ y1 y2 y3 കെ മാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ ലോജിക്കൽ ഡിസൈൻ. Now this is a 2-bit comparator. So 2-bit comparator which is used to compare two binary numbers each of 2 bits. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് 2 ബിറ്റാണ്, 2 ബിറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻപുട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദോസ് കമ്പാരറ്റേഴ്സ് ആർ കോൾഡ് 2-bit comparator. So this is a block diagram. So this is the first number A, ഇത് സെക്കൻഡ് നമ്പർ B. ഇപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഈച്ച് 2 ബിറ്റ് ആണ്. സോ A0 A1, this is the first 2 bits of first number. സെക്കൻഡ് നമ്പറിൻ്റെ 2 ബിറ്റ് എന്ന് പറയുന്നത് B0 ആൻഡ് B1. ആൻഡ് അഗെയിൻ ഔട്ട്പുട്ട് ടെർമിനൽസ് ഇവിടെയും 3 ടെർമിനൽസ് ആണ്, y1 y2 y3. ഇവിടെയും നമ്മൾ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു, വെദർ എ ഈക്വൽ ടു ബി ആണോ, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആണോ. ബേസ്ഡ് ഓൺ ദാറ്റ് വൺ ഓഫ് ദി ഔട്ട്പുട്ട് ടെർമിനൽ വിൽ ബി ഹൈ. അഗെയിൻ ഇതൊരു ട്രൂത്ത് ടേബിൾ, വി വിൽ ചെക്ക് ദ ട്രൂത്ത് ടേബിൾ. സി ദീസ് ആർ ദ ഇൻപുട്സ് A1 A0, ദിസ് ഈസ് ദ ഫസ്റ്റ് നമ്പർ, ശരിയല്ലേ? ആൻഡ് B1 B0 സെക്കൻഡ് നമ്പർ. അപ്പോൾ ഓരോ നമ്പേഴ്സും 2 ബിറ്റ് ആണ്. ആൻഡ് ഔട്ട്പുട്ട് 3 ഔട്ട്പുട്ട്സ് ആണ് നമുക്കുള്ളത്, y1 y2 y3. y1 എപ്പോഴാണ് ഹൈ ആവുന്നത്, വെൻ എ ഈസ് ലെസ് ദാൻ ബി. y2 എപ്പോഴാണ് ഹൈ ആവുന്നത്, എ ഈക്വൽ ടു ബി. y3 എപ്പോഴാണ് ഹൈ ആവുന്നത്, എ ഗ്രേറ്റർ ദാൻ ബി. സോ ഇൻപുട്ട് നമ്പേഴ്സ് ചെക്ക് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ഈ ഔട്ട്പുട്ട് സെക്ഷൻ ഫില്ല് ചെയ്യാം. ആൻഡ് y2 ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് ചെക്ക് ചെയ്യാം. y2 എവിടെയൊക്കെയാണ് 1 ആവുന്നതെന്ന് നോക്കുക. ഇവിടെ 1 ആണ് y2. എന്തുകൊണ്ടാണ് 1 ആവുന്നത്, ബിക്കോസ് A1 A0 0 0, B1 B0 0 0. സോ ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ, ശരിയല്ലേ? ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ. സോ y2 വിൽ ബി ലോജിക്കലി ഹൈ. സിമിലർലി ഇവിടെ എന്താണ്, A1 A0 0 1, B1 B0 0 1. സോ ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ. സോ അഗെയിൻ y2 ഈസ് ഗോയിങ് ഹൈ. സിമിലർലി ഈ ഒരു കണ്ടീഷൻ നോക്കിക്കേ, A1 A0 ഫസ്റ്റ് നമ്പർ 1 1, B1 B0 സെക്കൻഡ് നമ്പർ 1 1. രണ്ട് നമ്പേഴ്സും ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ y2 വിൽ ബി ഹൈ. റിമൈനിങ് y1 y3യും 0 ആയിരിക്കും. അതുപോലെയാണ് y1 എപ്പോഴൊക്കെ ഹൈ ആവുന്നത്, എപ്പോഴൊക്കെ ഫസ്റ്റ് നമ്പർ A ഈസ് ലെസ് ദാൻ B, y1 വിൽ ഗോ ഹൈ. ഫോർ എക്സാമ്പിൾ സീ ദിസ്, ഇവിടെ y1 1 ആണല്ലോ. സോ A1 A0 ഈസ് 0 0, B1 B0 ഈസ് 0 1 0 0 0 1. സോ number A is less than number B, so y1 will be logically high. Similarly for y3 ചെക്ക് ചെയ്യുക. y3 ഇവിടെ 1 ആവുന്നുണ്ട്. എന്താണ് അവിടെ, A1 A0 is 1 1 and this is B1 B0 is 1 0. So 1 1 1 0. So A1 is greater than B, അല്ലേ? ഈ ഒരു കണ്ടീഷൻ A is greater than B. So greater than ആവുമ്പോൾ y3 will be logically high. സോ ഈ രീതിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ റെഡ്യൂസ് ദ ഇക്വേഷൻ യൂസിങ് കെ മാപ്പ് ഓർ ഡയറക്ട്ലി ഫ്രം ദ ട്രൂത്ത് ടേബിൾ, ആൻഡ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ് യൂസിങ് ദ ലോജിക് ഡിസൈൻ. സോ നമ്മൾ കമ്പാരിറ്ററെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ബേസിക്കലി നമ്പേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരിറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ദർ ആർ 2 ടൈപ്സ്, ഇക്വാലിറ്റി കമ്പാരിറ്റർ, മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റർ. ഇക്വാലിറ്റി കമ്പാരിറ്റർ രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി എയ്തർ ഹൈ ആർ ലോ. മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റർ നമ്പേഴ്സ് ഈക്വൽ ആണോ എന്നുള്ളത് മാത്രമല്ല, നമ്പേഴ്സ് വെദർ ലെസ് ദാൻ ആണോ അതോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിബിളി മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്ററിന് 3 ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ ഏത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ആവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ടെർമിനലായിരിക്കും ഹൈ ആവുന്നത്, അതർ വിൽ ബി ലോ. സോ ഇതിപ്പോൾ നമ്മൾ 2 ബിറ്റ് കമ്പാരിറ്ററായി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്, ഇത് തന്നെ 4 ബിറ്റോ 8 ബിറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. So now next topic is encoder. Now encoder is a combinational circuit whose output is the coded representation of the input.
So it provides the output in coded format. So encoder നമ്മുടെ ഇൻപുട്ട് ഡേറ്റ ലൈനിനെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലോട്ട് കോഡ് ചെയ്യുന്നു. The output will be the coded representation of the input. That is what is basically a encoder. അപ്പോൾ ഇതെവിടാണ് യൂസ് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത്, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നു. ഒരു സിസ്റ്റം അസ്യൂം ചെയ്യുക. ആ സിസ്റ്റം 4 ഡേറ്റ ലൈൻസ് യൂസ് ചെയ്യുന്നു എന്ന് വയ്ക്കുക. I1, I2, I3, I4. The system is using 4 number of data lines. Now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, only one line is activated at a time. നമ്മൾ 4 ഡേറ്റ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഡേറ്റ ലൈൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ലൈൻ മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ ഒരു 4 ഡേറ്റ ലൈൻസ് ഇതിൻ്റെ ഒരു റിപ്രസെൻറ്റേഷൻ, ഇതിൻ്റെ ഒരു കോഡഡ് റിപ്രസെൻറ്റേഷൻ യൂസ് ആലോചിക്കുകയാണെങ്കിൽ 4 ഡേറ്റ ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് 2 ബിറ്റ്സ് വേണം അല്ലേ കോഡ് ചെയ്യാൻ. സോ 0 0 0 1 1 0 1 1. So you are using only one line is activated at a time. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 ഡേറ്റ ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കതൊരു വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, യു ക്യാൻ യൂസ് ആൻ എൻകോഡർ ഹിയർ. ഇവിടെ ഒരു എൻകോഡർ യൂസ് ചെയ്യുക. So and this encoder will have just 2 output lines. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏത് ഡേറ്റ ലൈനാണോ ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത് ആ ഡേറ്റ ലൈനിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ഫോർമാറ്റ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I2 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ only one line is activated at a time. സോ I2 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ദിസ് വിൽ ബി കറസ്പോണ്ടിംഗ്ലി എൻകോഡഡ്. ഇറ്റ് വിൽ ബി എൻകോഡഡ്. അതായത് I2 ഡേറ്റ ലൈൻ നമ്മൾ എൻകോഡ് ചെയ്യുന്നു ഇൻ ദ ഫോർമാറ്റ് 0 1. സോ 0 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് I2 ഡേറ്റ ലൈനെയാണ്. ആൻഡ് യു ക്യാൻ ട്രാൻസ്മിറ്റ് ദിസ് ഡേറ്റ ലൈൻ. സോ ഇപ്പോൾ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് 4 ഡേറ്റ ലൈൻസ് നമ്മളിവിടെ 2 ഡേറ്റ ലൈൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇൻ കേസ് I3 ഡേറ്റ ലൈൻ I3 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ, റിമൈനിങ് ലൈൻസ് ഒന്നും ആക്ടിവേറ്റഡ് അല്ല, I3 മാത്രമേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ I3 മാത്രമേ ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ളൂ എങ്കിൽ ഈ കറസ്പോണ്ടിങ് ലൈൻ നമ്മൾ എൻകോഡ് ചെയ്യുന്നു. ഈ കറസ്പോണ്ടിങ് ലൈൻ മാത്രം നമ്മൾ എൻകോഡ് ചെയ്യുന്നു ഇൻ ദ കോഡ് 10 അല്ലേ. I3യുടെ കോഡ് 10 ആണല്ലോ. സോ ഇറ്റ് ഈസ് എൻകോഡഡ് ഇൻ 10. So now this is an application where you have reduced the number of data lines. നമ്മൾ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് 4 ഡേറ്റ ലൈൻസ് ഉണ്ട്, I1, I2, I3, I4. ബട്ട് 4 ഡേറ്റ ലൈൻസും എപ്പോഴും ആക്ടിവേറ്റഡ് അല്ല. അറ്റ് എ ടൈം ഒരൊറ്റ ലൈൻ മാത്രമേ ആക്ടിവേറ്റഡ് ആയിട്ടുള്ളൂ. എങ്കിൽ പിന്നെ ഈ 4 ഡേറ്റ ലൈൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എൻകോഡർ യൂസ് ചെയ്തിട്ട്, യു ആർ യൂസിങ് എൻ എൻകോഡർ യൂസ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് ആയ ഡേറ്റ ലൈനിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇൻ എൻകോഡഡ് ഫോർമാറ്റ്. So that is what is normally done by a encoder. The output line, the activated input line will be encoded in the output. So I1 will be encoded in the format 0 0. I2 will be encoded in the format 0 1. I3 will be encoded in the format 1 0, and I4 will be encoded in the format 1 1. So now if the number of inputs is 2 power n, number of output lines will be n. So ഈ ഒരു റിലേഷൻ ഓർമ്മയുണ്ടാവണം. എൻകോഡർ 2 power n ഇൻപുട്ട് ലൈൻസ് n ഔട്ട്പുട്ട് ലൈൻസ്. സോ ഇവിടെ n ഈക്വൽ ടു 2 ആണ് അല്ലേ, 2. സോ 2 power n ഈസ് ഈക്വൽ ടു 2 power 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ യു ഹാവ് 4 ഇൻപുട്ട് ലൈൻസ് ആൻഡ് 2 ഔട്ട്പുട്ട് ലൈൻസ് ഫോർ എ എൻകോഡർ. സോ ഈ റിലേഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 power n ഈസ് ടു n, 2 power n ഇൻപുട്ട് ലൈൻസ് ഈസ് ടു n ഔട്ട്പുട്ട് ലൈൻസ്. സോ ബേസിക്കലി ദിസ് ഈസ് ആൻ എൻകോഡർ. സോ എൻകോഡർ whose output is the coded representation of the input. Now an encoder has a number of input lines and only one of which is activated at a given time and produces an n-bit output code depending on which input is activated. So n number of input lines ഉണ്ടാവും. അതിൽ at a time ഏതെങ്കിലും ഒരു ലൈൻ മാത്രമേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. at a time only one input line is activated, and ഏത് ലൈനാണോ ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡഡ് ഫോർമാറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് എൻകോഡഡ് വാല്യൂ വിൽ ബി ജനറേറ്റഡ് ഇൻ ദ ഔട്ട്പുട്ട്. സോ ബേസിക്കലി ദിസ് ഈസ് എ സിമ്പിൾ എൻകോഡർ, 2 power n to n ബൈനറി എൻകോഡർ.
So 2 power n, 2n എന്ന് പറയുമ്പോൾ there will be 2 power n number of input lines and n number of output lines. 2 power n to n. So it has a maximum of 2 power n inputs and n outputs. So output is a n bit binary number. നമ്മൾ ഈ previous example കണ്ടല്ലോ, output will be a n bit binary number, അതായത് coded format. Only one input is activated at a time. Now we will see one or two examples. Octal to binary encoder. That is nothing but 8 to 3 അല്ലേ. Octal to binary encoder എന്ന് പറയുമ്പോൾ see the input lines are coming from an octal system and that is going to be encoded to a binary format. അപ്പോൾ octal എന്ന് പറയുമ്പോൾ you will have digits from 0 to 8 ശരിയല്ലേ. 0 1 2 3 up to 8. So you will have 8 input lines and binary. So 8 input lines എന്ന് പറയുമ്പോൾ number of octal to binary encoder, number of input lines is equal to 8 because the input system is an octal system. So that is equal to 2 power 3. So number of required output lines is equal to 3. Yeah, ശരിയല്ലേ. So 2 power 3 is to 3. So 8 input and 3 output lines. Now an octal to binary encoder accepts 8 input lines and produces a 3-bit output code corresponding to the activated input. So now this is the truth table, 8 line to 3 line encoder. So this is the input section, is the output section. See, input എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ there will be 8 inputs. So D0, D1, D2, D3, D4, D5, D6 and D7. ആൻഡ് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലൈൻ മാത്രമേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് കോമ്പിനേഷൻ ഇവിടെ D0 ആണ് ആക്ടിവേറ്റഡ്, സെക്കൻഡ് കോമ്പിനേഷൻ D1 ഈസ് ആക്ടിവേറ്റഡ്, തേർഡ് കോമ്പിനേഷൻ D2, then D3 ഈസ് ആക്ടിവേറ്റഡ്. സോ ഇവിടെ D4 ഈസ് ആക്ടിവേറ്റഡ്, D5 അതേഴ്സ് റിമൈൻ ഡീആക്ടിവേറ്റഡ് അല്ലേ. ബാക്കി ലൈൻസ് എല്ലാം ലോ ആണ്, D6 ആൻഡ് D7. സോ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലൈൻ മാത്രമേ ഇവിടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ളൂ ഇൻ ആൻ എൻകോഡർ. അപ്പോൾ ഏത് ലൈനാണോ ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് എൻകോഡഡ് ഫോർമാറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് കോഡഡ് ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഓക്ടൽ ടു ബൈനറി ആണ്. അപ്പോൾ ഏത് ഓക്ടൽ വാല്യൂ ആണോ ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി കോഡാണ് നമ്മൾ ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സി ഇൻ ദ ഫസ്റ്റ് ലൈൻ D0 ഈസ് ആക്ടിവേറ്റഡ് അല്ലേ. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി 0 0 0 0. And here D1, see D1 is activated, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി 0 0 1. So this has to be generated in the output. ഇതായിരിക്കണം ഔട്ട്പുട്ടിൽ വരേണ്ട കോഡഡ് ഫോർമാറ്റ്. ആൻഡ് ഇവിടെ D2 അല്ലേ, D2 ആണ് ആക്ടിവേറ്റഡ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡഡ് ഫോർമാറ്റ് 0 1 0. സിമിലർലി D3 ആണെങ്കിൽ 0 1 1, D4 ആണെങ്കിൽ 1 0 0. So etc up to see D7 ആണെങ്കിൽ 1 1 1. So this is how encoder works. Activated input line in the coded format will be generated by the encoder. Now you have to implement this. അപ്പോൾ implementation again it's easy. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ഇക്വേഷൻസ് എഴുതാം. ഇപ്പോൾ A2, so what is A2? ഇക്വേഷൻ A2 is equal to, സി ഇത് എപ്പോഴൊക്കെയാണ് ലോജിക്കലി ഹൈ ആവുന്നത് നോക്കുക. സി ഇവിടെ 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 അല്ലേ, ഈ 4 പോയിൻറ്റ്സ്, ഈ 4 പൊസിഷൻസിലാണ് ഇത് ഹൈ ആവുന്നത്. അതെപ്പോഴൊക്കെയാണ്? either D4 has to be high, or D5 has to be high, or D6 has to be high, or D7 has to be high അല്ലേ. ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ട് ലൈൻ, അതായത് D4 or D5 or D6 or D7 ഹൈ ആവുമ്പോൾ A2 will be high. So that is a OR operation. Basically it is a logical OR, D4 or D5 or D6 or D7. ശരിയല്ലേ. Now similarly for A1, so how will you write the equation for A1? So A1 equal to, ഇതെവിടേക്കാണ് ഹൈ എന്ന് നോക്കുക, ഈ 4 കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആൻഡ് ദിസ് ഈസ് D2 D3 ശരിയല്ലേ. A1 will become high when either D2 or D3 or, and these two values എന്താണ്, D6 or D7, D2 D3 or D6 or D7. Similarly for A0, and you can write the equation for A0. So A0 is equal to, എപ്പോഴേക്കാണ് ഹൈ ആവുന്നത്, ഈ 4 കോമ്പിനേഷൻസ് ആണ്. സോ D1 D3, so A0 equal to, A0 will become high when either D1
ശരിയല്ലേ? either D1 or D3 or D5 or D7 is high. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ highly activated ആണെങ്കിൽ A0 will become high. Now this can be implemented very easily. ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം യൂസിങ് ലോജിക്കൽ OR ഗേറ്റ്. സി ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. D0 നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. Because when D0 is activated, all lines are logically 0. ഒരു ലൈനും ഹൈ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷനിലും ഇവിടെ D0 നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. Now D1, D2, D3, D4, D5, D6 and D7. So what is our equation? This is for A2. A2ൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? A2 will be logically high when either D4, D5, D6 or D7 is high. So A2 series connected to D4, D5, D6, D7 അല്ലേ? A2. So A2 will become high when either D4 or D5 or D6 or D7 is high. Just you have used a logical OR gate. But similarly for A1 and A0. അപ്പോൾ അതുപോലെ തന്നെ you can have it for A0 as well as A1 as well as A2. So A1 will become high when either D7 or D6 or D3 or D2 is high. ശരിയല്ലേ? ഇക്വേഷൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. A1, D2, D3, D6 and D7. Yes, just it can be implemented with the help of OR gate. So this is about an octal to binary encoder. So നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. It is decimal to BCD encoder. So again decimal to BCD. Decimal to BCD എന്ന് പറയുമ്പോൾ the input lines are of decimal. So decimal എന്ന് പറയുമ്പോൾ you will have 10 input lines. ശരിയല്ലേ? Because decimal digits എന്ന് പറയുമ്പോൾ it is from 0 to 9. You should have 0 to 9 number of inputs. അപ്പോൾ you have 10 number of inputs. So number of input lines അതായത് 2 power n is equal to 10. These are the number of input lines. അപ്പോൾ required number of output എത്രയാണ്? So required number of output lines is equal to, so it is 2 power n is equal to 10. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 3 യൂസ് ചെയ്യുകയാണെങ്കിൽ if you use 3, 2 power 3 is equal to 8. അപ്പോൾ n 3 ആവുമ്പോൾ it is just equal to 8. So that may not be enough. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2 power 4 എടുക്കാം. 2 power 4 is equal to actually 16. നമുക്ക് ജസ്റ്റ് 10 ഇൻപുട്ട് ലൈൻസേ ഉള്ളൂ. But you cannot use 2 power 3 also because 3 lines use ചെയ്യുമ്പോൾ it can represent just 10 input lines. അപ്പോൾ 4 യൂസ് ചെയ്യണം. You have to use 4 output lines. ശരിയല്ലേ? 2 power 4 16 ആണെങ്കിലും we have no other option. So you have used number of required output lines is equal to, you can use 4 lines. Because 3 lines യൂസ് ചെയ്യുകയാണെങ്കിൽ that is not enough. 3 lines യൂസ് ചെയ്തിട്ട് just 8 representations നമുക്ക് പറ്റത്തുള്ളൂ. So here number of input lines is equal to 10, 0 to 9 decimal, and the output will be 4 BCD output, that is 4. So this encoder has 10 inputs, one for each decimal digit, and 4 outputs corresponding to the BCD code. So the decimal digits will be encoded to the corresponding BCD code. അതായത് ഏത് പർട്ടിക്കുലർ ഡെസിമൽ ഡിജിറ്റ് ആണോ ആക്ടിവേറ്റഡ് ആവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് BCD ഔട്ട്പുട്ട് ആയിരിക്കും എൻകോഡർ ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ ഇഫ് കോഡ് 3 ഡെസിമൽ ഡിജിറ്റ് 3 ഈസ് ആക്ടിവേറ്റഡ്, ദ കറസ്പോണ്ടിങ് 3യുടെ കറസ്പോണ്ടിങ് BCD കോഡ് ആയിരിക്കും ഇവിടെ എൻകോഡർ ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡൺ ബൈ എ ഡെസിമൽ ടു BCD encoder. So now decimal to BCD encoder. So these are the inputs, these are the outputs. Inputs അറിയാലോ D0 to D9, അതായത് 10 number of inputs, and outputs 4 output ആണ്, A0, A1, A2, A3. These are the 4 outputs. And again see the truth table again വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ഇവിടെ എന്തുവാ D0 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ the output will be 0 0 0 0. D1 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ 0 0 0 1. D2 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ 0 0 1 0 and etc. up to finally see D9 ആണ് ആക്ടിവേറ്റഡ് എങ്കിൽ the output code will be 1 0 0 1. So it is very simple. പ്രീവിയസ് പോലെ തന്നെയാണ്. ഏത് ഡെസിമൽ ഡിജിറ്റ് ആണോ ആക്ടിവേറ്റഡ് ആവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് BCD code will be generated in the output. And ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇത് വളരെ സിമ്പിളാണ്.
you have to just write the equation. You can directly write the equation. So the equations are A3 is equal to, we'll have for A3. So what is A3? A3 എപ്പോഴൊക്കെയാണ് logically high ആവുന്നത് നോക്കുക. So A3 will be logically high when, see, either D8 is high or D9 is high. Either D8 or D9. So you can write A3 is equal to D8 or D9. That's it. Sorry. A3 equal to either D8 or D9. Similarly for A2. So how will you write for A2? A2 is equal to, it will be logically high when either D4 is high or D5 is high or D6 is high or D7 is high. So A2 equal to D4 or D5 or D6 or D7. So ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ ആക്ടിവേറ്റഡ് ആവുമ്പോഴായിരിക്കും A2 ഹൈ ആവുന്നത്. Similarly for A1, we will write for A1. A1 is equal to, A1 will be logically high when either D2 is high or D3 is high. ശരിയല്ലേ? Either D2 or D3. So either D2 or D3 or D6 or D7. D3 or D6 or D7. So ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഹൈ ആവുമ്പോഴാണ് A1 ഹൈ ആവുന്നത്. And finally for A0, you can write for A0 also. So A0 is equal to, it will be logically high when either D1 is high or D3 is high. ശരിയല്ലേ? D1 or D3 or, and D5 is high or D7, D5 or D7 or D9. Yeah, D5 or D7 or D9. Now implementation വളരെ ഈസിയാണ്. ജസ്റ്റ് ഓർ ഗേറ്റ്സ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഓർ ഗേറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 4 ഇക്വേഷൻസും വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. So implementation is shown here. D1, D2, D3, D4, D5, D6, D7, D8 and D9 are the input lines, and output lines A0, A1, A2, A3. So just you have implemented the OR gates. അല്ലേ? ശരിയല്ലേ? For example ഇപ്പോൾ A3 ആണെങ്കിൽ A3 is equal to D8 or D9. Yes, that is what is done here. A3 is equal to D8 or D9. Similarly for A2 is equal to D7 or D6 or D5 or D4. So this is basically a decimal to BCD encoder. Similarly for A1 and A0. So നമ്മൾ ഈ ഒരു സെഷനിൽ കമ്പാരറ്റർ as well as എൻകോഡറിനെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. ആൻഡ് എൻകോഡർ, so basically encoder will generate a encoded format of the activated input. ഏത് ഇൻപുട്ട് ലൈനാണോ ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡഡ് ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ ഈ ഔട്ട്പുട്ടിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ബേസിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. യു ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡേറ്റ ലൈൻസ് യൂസ്ഡ്. ഇപ്പോൾ 10-16 ഡേറ്റ ലൈൻസ് ഉള്ളൊരു സിസ്റ്റം, ഈ 16 ഡേറ്റ ലൈൻസും നമ്മൾ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ സിസ്റ്റം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഏത് ഡേറ്റ ലൈനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഡേറ്റ ലൈൻ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. എല്ലാ ഡേറ്റ ലൈൻസും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ. ദെൻ number of input lines, number of output lines ഓർത്ത് വെക്കുക. number of input lines will be 2 power n, number of output lines will be n. That is basically about an encoder. So ഈ സെഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.